പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിൻ്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ സാമ്പത്തിക മേഖല, ജോലി മേഖല, കുടുംബജീവിതം, എൻ്റെ പൗരോഹിത്യം, കാർമൽ ധ്യാന കേന്ദ്രത്തിൻ്റെയും നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിൻ്റെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളെവരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിനയം, സൗമ്യത, ആത്മസംയമനം, അനുസരണം, വിശുദ്ധി, സമാധാനം, സന്തോഷം എല്ലാം കൊണ്ട് നിറച്ച് അനുഗ്രഹിക്കണമേ. പഠനത്തിൽ വിജയവും, ജോലിയിൽ എല്ലാ തടസ്സങ്ങളും മാറി അനുഗ്രഹവും, എല്ലാത്തിലും കർത്താവിൻ്റെ ഇടപെടലും അനുഭവിക്കാൻ ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും ഇടയാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നലെ നമ്മുടെ വിടുതലിന്റെ നൊവേന 9 ദിവസം അഭിഷേകത്തോടെ പൂർത്തിയാക്കി. എന്നാലും നമ്മൾ ഈ വിടുതലിന് വേണ്ടി നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം. ഇന്നലെ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ അനേക മക്കള് കടന്നു വന്നു. രാവിലെ 6:30 വിശുദ്ധ കുർബാന കഴിഞ്ഞ ഉടൻ തന്നെ ഈശോയെ എഴുന്നള്ളിച്ചു വെച്ച് നിരന്തരമായിട്ട് ജപമാല ചൊല്ലി, കരുണക്കൊന്ത് ചൊല്ലി, മക്കൾ നിയോഗങ്ങളെ സമർപ്പിച്ച് ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ അനുഭവിക്കാൻ ഇടയാകത്തക്ക വിധത്തിൽ 4 മണി വരെ നമ്മൾ ഉപവാസ പ്രാർത്ഥനയിൽ. അച്ഛന് മിനിഞ്ഞാന്നാണ് കൺവെൻഷൻ കഴിഞ്ഞ് വന്ന് ഇന്നലെ ഈ ഉപവാസ പ്രാർത്ഥനയും കഴിഞ്ഞ് വൈകിട്ട് എല്ലാം ചേർത്ത് വെച്ച് അതിശക്തമായ അഭിഷേകത്തിന്റെ ബലിയർപ്പിച്ച് പ്രിയപ്പെട്ട മക്കളെ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അനേക മക്കള് ഈ ഒരു വിടുതലും സ്വാതന്ത്ര്യവും വിമോചനവും പ്രാപിച്ച് അതിശക്തമായിട്ട് ദൈവത്തിന്റെ ഇടപെടൽ അനുഭവിക്കാൻ ഇടയായിട്ടുണ്ട്. അനേക മക്കള് സാക്ഷ്യപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ഈ വിടുതല് ഞാൻ ഇന്നലെ പറഞ്ഞു, നിങ്ങൾ അവസാനിപ്പിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും എന്ന പോലെ ആ ബഹിഷ്കരണ പ്രാർത്ഥനയൊക്കെ നമ്മൾ സ്വീകരിക്കണം, പ്രാർത്ഥിക്കണം. അച്ഛൻ പ്രാർത്ഥിച്ച വ്യക്തിപരമായ ഈ വിമോചന വിടുതൽ പ്രാർത്ഥന നിങ്ങളും അത് ശക്തമായി ചെല്ലണം. നമ്മൾ പന്തക്കുസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങാൻ പോവാം. പരിശുദ്ധാത്മാവ് നിറയപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് ഇനി കുറച്ച് ദിവസം പന്തക്കുസ്ത വരെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. അത് കഴിഞ്ഞാൽ ഇന്നലെ ആരാധനയ്ക്ക് വിശ്വ പറഞ്ഞ കാര്യമാണ്, നമ്മളൊരു ഡെയിലി ശുശ്രൂഷ ആരംഭിക്കാൻ പോവാം. ഡെയിലി ഡെലിവറൻസ് ആൻഡ് ബ്ലെസ്സിങ്. എല്ലാ ദിവസത്തിനും വേണ്ട വിടുതലും അനുഗ്രഹവും നമ്മൾ അതുപോലെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും നമ്മുടെ മക്കളെ വിടുവിച്ച്, കുടുംബത്തെ വിടുവിച്ച്, ജീവിതത്തെ വിടുവിച്ച്, ശത്രു അലർന്ന സിംഹത്തെ പോലെ നടക്കുമ്പോൾ അവന്റെ പിടിയിൽപ്പെടാതെ സംരക്ഷിക്കപ്പെടാനും അനുഗ്രഹിക്കപ്പെടാനും അവന്റെ ആധിപത്യങ്ങളെ തകർത്തെറിയാനും നമ്മൾ അതിശക്തമായ ഒരു പ്രാർത്ഥന ശുശ്രൂഷ മക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി ആരംഭിക്കല്ല, തുടരുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് പലരും ചോദിക്കും, ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? ഇതൊരു ചോദ്യമാണ്. പല പല പ്രശ്നങ്ങൾ, അടിമത്തങ്ങൾ, കടം കയറി ആകപ്പാട് തകർന്നിരിക്കുന്നു, പല കെണിപ്പെട്ട് കിടക്കുന്നു, രക്ഷപ്പെടാൻ പറ്റണില്ല, ബന്ധിക്കപ്പെട്ട് കെട്ടപ്പെട്ട് കിടക്കുന്നു, കുടുംബത്തിന് സമാധാനമില്ല, ഭർത്താവ് ഇങ്ങനെയാണ്, ഭാര്യ ഇങ്ങനെയാണ്, മക്കൾ ഇങ്ങനെയാണ്, പല പല പ്രശ്നങ്ങൾ ഇങ്ങനെയോ അങ്ങനെയൊക്കെയാണ്. എന്നാൽ എല്ലാത്തിനും ഒറ്റ ഉത്തരവുള്ളൂ. എന്താണ്? പരിശുദ്ധ അമ്മ മാലാഖയോട് ചോദിച്ചു. സ്വർഗത്തിൽ നിന്ന് സന്ദേശവുമായി മാലാഖ വന്നപ്പോ മാതാവ് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? അസാധ്യമാണ്. കന്യക പുരുഷനെ അറിയാതെ ഗർഭം ധരിക്കാന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. അതിന് സ്വർഗത്തിന് ഒറ്റ ഉത്തരവുള്ളൂ. എന്താണ്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, അപ്പോൾ ഇത് സംഭവിക്കും. പ്രിയപ്പെട്ട മക്കളെ, എല്ലാറ്റിനും ഉത്തരം പരിശുദ്ധാത്മാവിന്റെ ആഗമനമാണ്, പരിശുദ്ധാത്മാവിന്റെ നിറവാണ്, പരിശുദ്ധാത്മാവിന്റെ നയിക്കലാണ്, നിയന്ത്രിക്കലാണ്, ആവാസമാണ്. നമ്മൾ അതിനുവേണ്ടി ഈ ദിവസങ്ങൾ അതിശക്തമായിട്ട് പ്രാർത്ഥിക്കണം. അച്ഛൻ പലവട്ടം പറഞ്ഞു, ശരിക്കുമുള്ള വിടുതൽ എന്ന് പറയുന്നത്
പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുമ്പോ, നമ്മിലെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളില്, ഹൃദയത്തില്, ചിന്തയില്, മനസ്സില്, ആഗ്രഹങ്ങളില്, ആസക്തികളില്, വികാരങ്ങളില്, ശരീര അവയവങ്ങളില്, അസ്ഥികളില്, നാഡിഞരമ്പുകളില്, ഓരോ ശിരസ് മുതൽ പാദം വരെ ഓരോ അവയവങ്ങളിലും, നമ്മുടെ അബോധ മനസ്സിൽ, ഉപബോധ മനസ്സിൽ, നമ്മുടെ തോന്നലുകളില്, ഇഷ്ടങ്ങളില്, തിരഞ്ഞെടുപ്പുകളില്, സംസാരത്തില്, നോട്ടത്തില്, കേൾവിയില് എല്ലാം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇത് സംഭവിക്കണം. ഇതാണ് ഈശോ പറഞ്ഞ. ഈശോയുടെ സ്ലീഹന്മാര് പലതിനെ കുറിച്ചും ആകുലപ്പെട്ടപ്പോ, അസ്വസ്ഥപ്പെട്ടപ്പോ ഈശോ പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. നിങ്ങൾ വിഷമിക്കണ്ട, അവൻ വരും. യോഹന്നാന്റെ സുവിശേഷം 14:26 പറഞ്ഞുണ്ടല്ലോ, എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും മക്കളെ നിങ്ങളെ പഠിപ്പിക്കും. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുസ്മരിപ്പിക്കും, സഹായിക്കും, പഠിപ്പിക്കും, അനുസ്മരിപ്പിക്കും. പിന്നെ നിങ്ങൾ എന്തിനാ പേടിക്കണേ? എല്ലാത്തിനും ഉത്തരം പരിശുദ്ധാത്മാവാണ്. ഞാൻ പറയാറുണ്ടല്ലോ, പ്രകാശം നിറയുമ്പോ അന്ധകാരം താനെ മാറിപ്പോകും. പ്രകാശം എപ്പോ കുറയുന്നുവോ അന്ധകാരം കയറി വരും. അതുകൊണ്ട് ഇന്ന് നമ്മുടെ കുടുംബത്തില്, നമ്മുടെ ജീവിതത്തില്, നമ്മുടെ മക്കളില് പരിശുദ്ധാത്മാവ് കുറയുമ്പോ, പരിശുദ്ധാത്മാവ് ശക്തി എന്ന് പറഞ്ഞാൽ അതാണ് പൗലോസ് പറഞ്ഞല്ലോ 2 തീമോത്തി 1:6 എന്റെ കൈവയ്പ് വഴി നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ജ്വലിപ്പിക്കണം. പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിച്ച്, പരിശുദ്ധാത്മാ അഭിഷേകത്തെ ജ്വലിപ്പിച്ച്, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന, നിയന്ത്രിക്കപ്പെടുന്ന ഒരു അഭിഷേകം പ്രാപിച്ചാൽ എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മാറാത്ത പ്രശ്നങ്ങളില്ല. പരിശുദ്ധാത്മാവ് നയിക്കല്ലേ. നമ്മള് ഈ ദിവസങ്ങളില് പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി വചനമെടുത്ത്, വചനത്തില് പരിശുദ്ധാത്മാവ് ചെയ്ത പ്രവൃത്തികളെ ധ്യാനിച്ച് അതിനുവേണ്ടി നമ്മെ തന്നെ ഒരുക്കി, പ്രകാശത്തിന്റെ നിറവിൽ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ എല്ലാ അന്ധകാരത്തെയും പുറത്താക്കി, മറ്റെല്ലാ ആത്മാക്കളെയും പുറത്താക്കി നമ്മള് പന്തക്കുസ്താക്ക് വേണ്ടി ഒരുങ്ങാൻ പോവാം. നമ്മളെ മാത്രം, നമ്മുടെ മക്കളെ, ജീവിത പങ്കാളി, കുടുംബാംഗങ്ങള്, അമ്മായിമ്മ, മരുമക്കള്, ഒത്തിരി പ്രശ്നങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ട്. അതിനൊക്കെ ഒറ്റ ഉത്തരവുള്ളൂ, പരിശുദ്ധാത്മാവ് ഭർത്താവിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് മക്കളുടെ മേൽ വരും, പരിശുദ്ധാത്മാവ് മരുമക്കളുടെ മേൽ വരും, പരിശുദ്ധാത്മാവ് അമ്മായിയമ്മയുടെ മേൽ വരും, പരിശുദ്ധാത്മാവ് സഹോദരന്മേൽ വരും, പരിശുദ്ധാത്മാവ് എന്റെ മേൽ വരും. അപ്പോൾ അത്യുന്നത ശക്തി വ്യാപരിക്കും. അപ്പോൾ എല്ലാം സംഭവിക്കും. എല്ലാത്തിനും ഉത്തരം പന്തക്കുസ്തായിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ധ്യാനിച്ച് അത് നമുക്ക് ഈ കാലഘട്ടത്തിൽ സ്വന്തമാക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ എല്ലാവരും ഈ ഒരു അഭിഷേകത്തിലേക്ക് വേണ്ടി അച്ഛൻ വിളിക്കുകയാണ്. ഡെലിവറൻസ്, അനുഗ്രഹം, അഭിഷേകം, ഇതൊക്കെ നമ്മൾ പ്രാപിക്കണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി അതിനായിട്ട് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ നാളെ കഴിഞ്ഞ് ഇവിടെ ധ്യാനം ആരംഭിക്കുകയാണ്. നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ 19 തീയതി മുതൽ യുവമക്കൾ ധ്യാനം ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛൻ നല്ല ക്ഷീണവും, നല്ല, നിങ്ങൾക്കറിയാം, ഇന്നലെ വന്നവരെ കണ്ടു, അതുപോലെ ക്ഷീണവും അടുപ്പുണ്ടെങ്കിലും ഞാൻ ഓർക്കാണ്, ഓരോ സമയത്തിലും, ഓരോ ബലി അർപ്പിക്കുമ്പോഴും, ഓരോ ശുശ്രൂഷ ചെയ്യുമ്പോഴും ആ സമയത്തിന് വേണ്ട ഒരു അഭിഷേകം, ഒരു ശക്തി, ശബ്ദം, വചനം എല്ലാം കർത്താവ് തരുക. അത് ഭയങ്കര അനുഭവം. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങളെല്ലാം ഇന്ന് അനേകം പേര് പറയും, അച്ഛാ ഞങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം, അച്ഛാ ഞങ്ങൾക്ക് വേണ്ടി അച്ഛൻ ഇതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ അതുപോലെ അഭിഷേകത്തിൽ നിൽക്കണം, അച്ഛന് ശക്തി വേണം, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അനേകം പേര് പറഞ്ഞു. ചില അമ്മച്ചിമാര്, ചില ചേച്ചിമാര്, ചില അപ്പച്ചമാരൊക്കെ ത്യാഗമെടുത്ത് മുട്ടുകുത്തി കുരിശിനെ വഴി ചൊല്ലി, കരുണക്കൊന്ത ചൊല്ലി അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷ. നിങ്ങളെ ദൈവം നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനും നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിലും ആരാധനയിലും ദിവ്യഗാന സന്നദ്ധിയിലൊക്കെ കരുണയുടെ ജപമാലയിലും പരിശുദ്ധ ജപമാലയിലും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. മക്കളെ, നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നടന്നുകൊണ്ട് അല്പസമയം ദിവ്യകാരനാഥന് മുമ്പിൽ നമ്മുടെ കൂടെ വസിക്കുന്ന കർത്താവിൻ്റെ കൂടെയായിരുന്നു നമുക്ക് അഭിഷേകത്തിന് പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മക്കളെ, ഇപ്പം ഒരിക്കൽ കൂടി ഈ വിടുതലിൻ്റെ നോവേനയെ പങ്കെടുത്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മളത് അവസാനിപ്പിക്കുന്നില്ല. എല്ലാ ദിവസവും
ഡെലിവറൻസ്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാഭിഷേകത്തിന് പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ ചോദിച്ചു വാങ്ങിച്ച്, സഹായം സ്വർഗത്തിൽ നിന്ന് വാങ്ങിച്ചെടുത്ത് നമ്മൾ മുന്നോട്ട് പോകും. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന കർത്താവെ, തിരുവചനത്തിലൂടെയും ഉന്നതമായ സന്ദേശങ്ങളിലൂടെയും ഞങ്ങൾ നയിക്കുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിച്ച് നന്ദി പറയുന്നു. ഈ കഴിഞ്ഞ 9 ദിവസങ്ങൾ വിടുതലിന്റെ നൊവേനയിലൂടെ അങ്ങയുടെ കുരിശുമാനത്തിന്റെ ശക്തിയും അങ്ങയുടെ സർവാധിപത്യവും ഞങ്ങളിൽ പ്രകടമാക്കിക്കൊണ്ട് അങ്ങ് പരമേൽപ്പിച്ച പൗരോഹിത്യ അധികാരത്തിലും ശക്തിയിലും സഭയുടെ നാമത്തിൽ ഈ വിമോചന പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ കർത്താവെ, അതിലൂടെ വലിയ കൃപകളും വിടുതലും പ്രാപിച്ച് അതിലങ്ങ് മുന്നോട്ട് പോകാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ മക്കളെയും, ഇവരുടെ കുടുംബങ്ങളെയും, ഇവരുടെ പ്രിയപ്പെട്ട മക്കളെയും, ഇവരുടെ ഓരോ നിയോഗങ്ങളെയും അങ്ങേ തിരുസന്നിധിയിൽ ഞാൻ വീണ്ടും 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 സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ശക്തി പ്രകടമാക്കണം. അങ്ങയുടെ ജീവന്റെ സമൃദ്ധി അങ്ങയുടെ മക്കളിൽ നിറയ്ക്കണം. അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങൾ, അങ്ങ് നൽകുന്ന കൃപകൾ എല്ലാ മക്കളിലും അങ്ങ് ചൊരിയണം. അങ്ങനെ അങ്ങയുടെ മക്കളെ ഉന്നതരാക്കും എന്നങ്ങ് പറഞ്ഞിട്ടില്ലേ? ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാളും ഉന്നതരാക്കും എന്ന് അങ്ങ് പറഞ്ഞത് അങ്ങ് പൂർത്തിയാക്കണമേ. അതിനെല്ലാം വേണ്ടിയാണല്ലോ പരിശുദ്ധാത്മാവിനെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നത്. അങ്ങയുടെ വചനത്തെ ഞങ്ങളിൽ മാംസം ധരിപ്പിച്ച് പരിശുദ്ധാത്മാവിന് ശക്തിയാൽ നിറഞ്ഞ് അത്യുന്നത ശക്തി വ്യാപരിപ്പിച്ച് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ. ഈശോ, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ഈ പന്തക്കുസ്തായ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ പരീക്ഷ എഴുതാൻ ഒഴുകുന്ന മക്കളെ ആത്മാവിന്റെ അഭിഷേകത്താൽ നിറച്ച് അതിശക്തമായിട്ട് സഹായിച്ച് പഠിപ്പിച്ച് അനുസ്മരിപ്പിച്ച് ഞങ്ങളുടെ മക്കൾക്ക് ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണം. പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കള്, ചില മേഖലകൾ കെട്ടപ്പെട്ട് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മക്കള്, പാപബോധമില്ലാത്ത മക്കള്, ഇതെല്ലാം അഭിഷേകത്താൽ നിറച്ച് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചൊക്കെ ബോധ്യം എല്ലാ മക്കൾക്കും ലഭിക്കാനും ഞങ്ങൾക്കും ലഭിക്കാനും ഇടയാകട്ടെ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. അഭിഷേകത്താൽ നിറഞ്ഞ് അത്യുന്നത ശക്തി നിറഞ്ഞ് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് അങ്ങയുടെ മക്കളുടെ സ്വാതന്ത്ര്യവും ശക്തിയും ജീവിതവും ജീവിക്കാൻ അനുഗ്രഹിക്കപ്പെടാൻ ഞങ്ങൾക്കിടയാകട്ടെ. നമ്മുടെ എല്ലാ മക്കളെയും, എല്ലാ കുടുംബങ്ങളെയും, എല്ലാ നിയോഗങ്ങളെയും ദിവ്യകാരുണ്യനാഥന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുക. ഈശോയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന, പ്രത്യേകിച്ച് വിമോചന പ്രാർത്ഥനയിൽ പങ്കെടുത്ത് അതിൽ നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ഉന്നതമായ അഭിഷേകത്തിനും അനുഗ്രഹത്തിനും വിടുതലിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ കൂടെ ആയിരിക്കുന്ന ഈ മക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനയിലേക്ക് ഈശോയെ വീണ്ടും വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേകായിരങ്ങളെ, ലക്ഷക്കണക്കിന് മക്കളെ കൂട്ടിച്ചേർക്കണമേ. ഞങ്ങളത് കണ്ടു പ്രാർത്ഥിക്കുന്നു. ലക്ഷക്കണക്കിന് മക്കൾ എല്ലാ വിടുതലും പ്രാപിച്ച് അഭിഷേകം പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ട് ഓരോ ദിവസവും ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് അനുഗ്രഹിക്കപ്പെടുന്നത് ഞങ്ങൾ കാണട്ടെ, അനുഭവിക്കട്ടെ. ഞങ്ങളും അത് കണ്ടനുഭവിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. ഈശ്വരാശീർവാദത്തിന് വേണ്ടി വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. അഭിഷേകത്താൽ നിറച്ച് ദിവ്യവരങ്ങൾ ചൊരിഞ്ഞ് എല്ലാ തിന്മയുടെ സ്വാധീനങ്ങൾ തകർത്തെറിഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറച്ച് പ്രകാശത്താൽ നിറച്ച് യഥാർത്ഥമായ വിടുതലും സ്വാതന്ത്ര്യവും ശക്തി നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ
എല്ലാ മേഖലകളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം സന്തോഷത്തോടെ സ്വീകരിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, വലിയ അഭിഷേകത്താലും ശക്തിയാലും നിറഞ്ഞ് അങ്ങയുടെ മക്കൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വലിയ വിടുതലും അനുഭവിച്ച് മുന്നോട്ട് പോകാൻ ഈ മക്കൾക്ക് എല്ലാവർക്കും ഇവരുടെ കുടുംബങ്ങൾക്കും ഇടയാകട്ടെ. ആമേൻ.